ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അറിയാം, ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ട് കെച്ചപ്പ്. നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ കെച്ചപ്പ് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം, നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ. അപ്പോൾ ഈ കെച്ചപ്പിനായിട്ട് ഞാനിവിടെ 1 കിലോ ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഇത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ടൊമാറ്റോ ഒക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഈ മൂട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണിത്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പീസ്, ഒരു വറ്റൽമുളക്. ഈ 3 ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമുക്ക് കെച്ചപ്പിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് അടുപ്പയിലേക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം അതിന് മുൻപായിട്ട് ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ, 5 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതിൻ്റെയൊക്കെ അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവിൽ ചിലപ്പോൾ മാറ്റം വരാം. കാരണം നന്നായിട്ട് പഴുക്കാത്ത ടൈപ്പിലുള്ള തക്കാളി ആയിരിക്കും ചില സമയങ്ങളിൽ മേടിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് ചിലപ്പം പുളിയും ഉണ്ടാവും കൂടുതലായിട്ട്. അപ്പം നമ്മൾ വിനാഗിരി കൂടുതലായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പുളി ഉണ്ടാവും. അപ്പം ആ പുളിയും മധുരവും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പകുതിയോളം വറ്റി വരണം. അപ്പം വെള്ളം പകുതിയോളം വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ നന്നായിട്ട് വെന്തടിഞ്ഞിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ആറാനായിട്ട് മാറ്റി വെക്കുകയാണ് അടുപ്പയിൽ നിന്ന്. ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചും കൂടി എടുക്കാം. ടൊമാറ്റോ തൊലിയോടുകൂടിയാണ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചത്. ആ തൊലിയുടെ അംശമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആ മുളകിൻ്റെ ഒരു തരിയൊക്കെ ഉണ്ടാവും അരിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ കണ്ടോ, ഞാൻ അരിച്ചെടുത്താണിത്. ഇതിലേക്ക് ഇപ്പോൾ 1 പിഞ്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ പെപ്പർ പൗഡർ കൂടി ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മുടെ കെച്ചപ്പ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സോട് കൂടിയാണ് നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന കെച്ചപ്പ് കിട്ടാറ്. അപ്പോൾ ഇത് ആറി കഴിയുമ്പോഴേക്കും നമുക്ക് കണ്ടെയ്നറിൽ ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ആറിയിരിക്കുകയാണ്. ഞാനിത് ഈ ഒരു ബോട്ടിലേക്കാണ് ഒഴിക്കുന്നത്. ഇത് ഞാൻ പഴയ ഒരു കെച്ചപ്പിൻ്റെ ഒരു ബോട്ടിലായിരുന്നു. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒഴിച്ചു വെക്കുന്ന പാത്രം ഏത് പാത്രമാണോ അത് നല്ല ഡ്രൈ ആയിരിക്കണം, വെള്ളമയം ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ 1 കിലോ ടൊമാറ്റോ കൊണ്ട് നമുക്ക് ഇത്രയും കെച്ചപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.